ഹലോ, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും കൂടി ചിക്കൻ കറി വയ്ക്കണമെന്ന് ഒരു പൂതി. ഞാൻ അഖിലും കൂടിയിട്ട് വണ്ടി എടുത്ത് ചിക്കൻ തപ്പാൻ പോയി. ചിക്കൻ അങ്ങോട്ട് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. അത് കുറേ തപ്പിയിട്ട് ചിക്കൻ കട ലാസ്റ്റ് കണ്ടു ഞങ്ങൾ. അവിടെ കയറിയപ്പോൾ ചിക്കൻ്റെ വിലയൊക്കെ കണ്ടപ്പോൾ കുഴപ്പമില്ല, ഞങ്ങളൊരു 3 കിലോ വാങ്ങാമെന്ന് വെച്ചു. അവിടെ കയറിയപ്പോൾ അവിടെ ആരുമില്ല, കോഴികൾ മാത്രമേ ഉള്ളൂ. അവിടെ ബായാണ് ഇപ്പോൾ വരുന്നത്. ബായി വന്നിട്ടാണ് നമുക്ക് അവിടുത്തെ ചേച്ചിട്ടുണ്ട്. നല്ലൊരു കോഴിനെ തപ്പി നമുക്ക് വന്നു. അത് നന്നായി വെട്ടി കറിക്കിട്ടാണ് വെട്ടണം. നമ്മൾ പാക്ക് ചെയ്ത് വന്ന് ഞങ്ങൾ പോകുമ്പോഴാണ് ഞങ്ങൾ അവസ്ഥ സബോളയും തക്കാളിയൊന്നും വാങ്ങുന്നത്. അത് അടുത്ത കടയിൽ കയറി സബോളയും തക്കാളിയും കുറച്ച് വാങ്ങിച്ച് ഞങ്ങൾ പിന്നെയും റൂമിലേക്ക് പോയി തുടങ്ങി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ് ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ മീൻ കറിയൊക്കെ വയ്ക്കല്. ഇന്നെന്താ സ്പെഷ്യലായിട്ട് ഞങ്ങൾ വയ്ക്കുന്നതാണ്. ചിക്കൻ നന്നായിട്ട് കഴുകാൻ പറഞ്ഞ ചേച്ചി കഴുകി നോക്കിയപ്പോഴാണ് വലിയ പീസുകളാണ് ഇരിക്കുന്നത്. ഞാൻ കട്ട് ചെയ്യാത്തതിൻ്റെ അപ്പം ഞങ്ങളത് നന്നായി കഴുകി ഓരോ പീസ് എല്ലാവർക്കും എത്തണ്ടേ. നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു. പിന്നെ മുളക് പൊടിയും ഉപ്പും കൂടി പുരട്ടികൾ മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ ചേച്ചി. പിന്നെ സബോളയും എന്താ അരിയാണ്. സബോള അരിയാൻ വേണ്ടിയിട്ടാണ് അവൻ കണ്ണാട് വെച്ചിരിക്കുന്നത്. വെച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് സബോളയാണ് നമ്മൾ വാട്ടർ കുക്കറിലാണ് വയ്ക്കുന്നത്. സബോള നന്നായിട്ട് വാട്ടിയിട്ട് എന്നാലാണ് നല്ല ടേസ്റ്റ് വരുന്നതാണ് ചേച്ചി പറഞ്ഞത്. സബോള യൂട്യൂബാണല്ലോ നമ്മൾ നോക്കുന്നത്. സബോള നന്നായി വാട്ടി പച്ചമുളക് ഇട്ട് നന്നായി വാട്ടി നന്നായിട്ട് കൊണ്ട് വാടി വരുമ്പോഴാണ് തക്കാളി ഇടുന്നത്. തക്കാളി വെറുതെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. തക്കാളി അപ്പോൾ സെറ്റായിട്ട് മധുരത്തിന് വേണ്ടിയായിട്ട് പിന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി വാട്ടി വരും. അതിൽ ലാസ്റ്റ് എടുത്ത് വെച്ച് ചിക്കൻ അങ്ങ് ഇടാം. അപ്പോൾ ചിക്കൻ നന്നായി ഇളക്കി നമ്മൾ ഉരുളൻകിഴങ്ങാണ് ഇടുന്നത്. പിന്നെ നന്നായി വെച്ചൊരു 2 വിസിലായി ഓഫാക്കി വയ്ക്കുക. 2 വിസിലടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കിയപ്പോൾ കറി റെഡി.